കണ്ണൂർ യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമുകളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു. ഇത്തരത്തിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ ഫീ ഓൺലൈനായിട്ട് അടച്ചുകൊണ്ട്, അതായത് SBEPay മുഖേന അഡ്മിഷൻ ഫീ ഓൺലൈനായിട്ട് അടച്ചുകൊണ്ട് കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ്. ഇനി നേരത്തെ ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ ഫീ അടച്ചവരാണെങ്കിൽ ഇപ്പോൾ വീണ്ടും അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് ലഭിക്കുന്നവരാണെങ്കിൽ അഡ്മിഷൻ ഫീ അടക്കുക. SC ST വിദ്യാർത്ഥികളാണെങ്കിൽ 960 രൂപയും അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വരുന്നത് 1035 രൂപയുമാണ് അഡ്മിഷൻ ഫീ വരുന്നത്. രണ്ടാം അലോട്ട്മെന്റിന് ശേഷം ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിക്കൊണ്ടും അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാം. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത തേർഡ് അലോട്ട്മെന്റിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതല്ല. എന്നാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായിട്ട് ഇപ്പോൾ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അല്ലാത്ത വിദ്യാർത്ഥികൾ പെർമനന്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം. അത്തരത്തിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ ഫീസുകളും കോളേജുകളിൽ അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ടെമ്പററി എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല. ഇത്തരത്തിൽ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതും അതേപോലെ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടതിന്റെയും അവസാന തീയതി വരുന്നത് ജൂലൈ 4-ാം തീയതിയാണ്. ഇപ്പൊ ജൂലൈ 4-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കണം. ഇത് രണ്ടാം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ലോഗിനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുന്നതാണ്. അത്തരത്തിൽ അലോട്ട്മെന്റ് മെമ്മോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലയളവിന്, അതായത് ഡേറ്റിനുള്ളിൽ തന്നെ കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കോളേജുകളെ അറിയിക്കേണ്ടതാണ്. ഇത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അപ്പാർ ID എന്ന് പറയുന്ന ഒരു ID നിർബന്ധമാണ്. ഇത്തരത്തില് അപ്പാർ ID നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് www.abc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. ആ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്പാർ ID ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപ്പാർ ID അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യുക. ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ പ്രിന്റ് ഔട്ട്, അതേപോലെ തന്നെ അഡ്മിഷൻ ഫീ, അതേപോലെ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന പൈസ അടച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന റെസിപ്റ്റ്, ഇനി മറ്റൊന്ന് നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മറ്റൊന്ന് വേണ്ടത് നിങ്ങളുടെ ജനന തീയതി കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും. വിവിധ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ, അത് ഉദാഹരണത്തിന് SC ST പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടകളിലൊക്കെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ സമർപ്പിക്കണം. ഇനി എന്തെങ്കിലും ഗ്രേസ് മാർക്കുകൾ NSS NCC പോലെയുള്ള അല്ലെങ്കിൽ ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്രേസ് മാർക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി SC BC വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കേണ്ടതാണ്. കേരള +2 പാസ്സായ വിദ്യാർത്ഥികൾ അല്ലാത്തവർക്ക്, അതായത് കേരളത്തിലെ HSC VHSC അതേപോലെ NIS പോലെയുള്ള കേരളത്തിൽ നിന്നുള്ള +2 അല്ലാത്ത പാസ്സായ വിദ്യാർത്ഥികൾക്ക്, പുറത്തു നിന്ന് പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകുന്ന റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ നൽകേണ്ടതാണ്. നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഫോട്ടോയും കരുതുക അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത്. കോളേജുകളിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് കൂടെ കരുതുക അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ഹാജരാക്കേണ്ടത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെന്റ് മെമ്മോ എടുത്തതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോയിൽ പ്രതിപാദിക്കുന്ന രേഖകളും അതേപോലെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന കാലയളവിലും നിങ്ങൾ കോളേജുകളിൽ പോയി നേരിട്ട് അഡ്മിഷൻ എടുക്കുക. താൽക്കാലികമായിട്ട് ഹയർ ഓപ്ഷൻസ് നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുക്കാം. ഇനി പെർമനന്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കാം. പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കോളേജുകളിൽ അടയ്ക്കേണ്ട എല്ലാ ഫീസുകളും കൊടുക്കേണ്ടതാണ്. ടെമ്പററി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫീസുകൾ ഇപ്പോൾ അടയ്ക്കേണ്ടതില്ല. ജൂലൈ 4-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ട തീയതി വരുന്നത്. അതേപോലെ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ട തീയതിയും വരുന്നത്. ഇത്തരത്തിൽ അഡ്മിഷൻ ഫീ അടക്കാതെയും അതേപോലെ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാതെയും നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 14-ാം തീയതിയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എഡ്യൂക്കേഷൻ സംബന്ധമായ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.